അസ്സലാമലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമൂൻസ് കിച്ചൺ. മൈമൂൻസ് കിച്ചൺ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഹായ് ഹലോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ചെറിയൊരു ഡിന്നർ പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണിത്. റെയിൻബോ ബിരിയാണിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. എപ്പോഴും സെയിം ടൈപ്പ് ബിരിയാണീസൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഒന്ന് ചെറുതായി ഒന്ന് വെറൈറ്റി ആക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണിത്. സാധാരണ ഉണ്ടാക്കുന്നത് പോലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു 3-4 കളേഴ്സ് വെച്ചുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ലെയർ ചെയ്തെടുക്കുന്നതാണ് ഈ റൈസ്. അപ്പോൾ കളേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മസാല വേണ്ടേ? ചിക്കൻ്റെയോ ഫിഷിൻ്റെയോ അല്ലെങ്കിൽ പ്രോൺസോ അങ്ങനെ ഏതെങ്കിലും ഒരു മസാല വേണമല്ലോ. അപ്പം ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പ്രോൺസോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിപ്പം നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 കിലോയുടെ നെയ്ച്ചോറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. എന്നാലും അത്രയൊന്നും റെയിൻബോ റൈസിന് നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ളത് നെയ്ച്ചോറായിട്ട് തന്നെ സെർവ് ചെയ്യും. ഇനിയിപ്പം ഞാൻ മസാലയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു മലേഷ്യൻ സോസാണ്. ഈ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഡയറക്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അത് കാണുക കേട്ടോ. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ചിക്കനിലേക്ക് ആ സോസും ഇട്ട് മിക്സ് ആക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ചിക്കൻ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഇത് നമുക്ക് പിന്നീട് മസാലയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടുമല്ലോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ പീസാക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ റൈസിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പീസാകുന്നതാണ് നല്ലത്. ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല, കുറച്ച് ഓയിലിട്ടിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെ ഞാനിപ്പോൾ മസാല ഉണ്ടാക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് ഒരു 3-4 പിടിയോളം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കുള്ളത് പോലെ ഒരുപാട് മസാലയൊന്നും ഇതിന് ആവശ്യമില്ല. ഒന്ന് ലെയർ ചെയ്യാനല്ലേ, അപ്പോൾ അത്രയും സവാള മതിയാവും. ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരണം കേട്ടോ. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ ഒരു 2-3 പച്ചമുളകും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ തക്കാളിയിൽ നിന്നൊക്കെ ചെറുതായി ഈർപ്പം ഇറങ്ങിയിട്ട് ഒന്ന് നന്നായി വെന്ത് കിട്ടും. അങ്ങനെ ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കി എടുക്കാം. തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ഒന്നുകൂടെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി മൂടി തുറന്ന് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്താലും മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എല്ലാം ഒന്ന് പിടിച്ച് കിട്ടാനായിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെമ്മീൻ വേണമെങ്കിൽ ചെയ്യാം, ഫിഷ് വേണമെങ്കിൽ ഇങ്ങനെ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ റെയിൻബോ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിന് കളേഴ്സ് വേണമല്ലോ.
അപ്പോൾ ആ കളറിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് കളറിന് വേണ്ടി ഞാനിപ്പം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ പേർപ്പിൾ കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്രീൻ കളറിന് വേണ്ടി കുറച്ച് ലീവ്സ്, മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടും ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം പേസ്റ്റ് ആക്കി എടുക്കാം. ഗ്രീൻ കളറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ പുതിന ചട്നി ഉണ്ടാക്കുന്നില്ലേ, അതേ മെത്തേഡിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാനിപ്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എന്ത് ചെയ്യാം, മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പേസ്റ്റ് ആക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം ഞാനിപ്പം ക്യാരറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബീട്രൂട്ടും അടുത്തത് അരച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പം ബീട്രൂട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിന ചട്നി ഉണ്ടാക്കാം. ഗ്രീൻ കളറിന് വേണ്ടി പുതിന ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സി ജാറിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 3 ലീവ്സും ചേർത്ത് കൊടുക്കണം. മല്ലിയില, പുതിനയില, കറിവേപ്പില. മല്ലിയിലയും പുതിനയിലയും ഓരോ പിടിയും, കറിവേപ്പില അതിൻ്റെ പകുതി എടുത്താലും മതി. ഇനിയിപ്പോൾ ഒരു 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം 3 പേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 പേസ്റ്റും ഓരോന്നായിട്ട് നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് ചോറുമായി മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അരക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കണം. ഈ ക്യാരറ്റ് പേസ്റ്റിന് മാത്രം 1-2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബട്ടറിൽ നന്നായി സോട്ടാക്കി എടുക്കാം. നന്നായി ഇത് സോട്ടാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിട്ടിട്ട് നന്നായി ഇത് മിക്സ് ആക്കി എടുക്കണം. ക്യാരറ്റ് ഈ ചോറിൽ നന്നായി കോട്ടാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇതുപോലെ തന്നെയാണ് ബാക്കി 2 കളേഴ്സും ചെയ്യേണ്ടത്. സെയിം പാൻ കഴുകിയെടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് പേസ്റ്റിന് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായി ബട്ടറിൽ സോട്ടാക്കിയ ശേഷം ഒരു പ്ലേറ്റ് ചോറ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീട്രൂട്ട് പേസ്റ്റിൽ മിക്സ് ആക്കി എടുക്കാം. ബീട്രൂട്ടും ക്യാരറ്റും അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഓരോ പച്ചമുളകിട്ട് അരച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്തത് ഇതേപോലെ നമുക്ക് ഗ്രീൻ റൈസും ചെയ്തെടുക്കാം. മെൽറ്റായി വന്ന ബട്ടറിലേക്ക് ഗ്രീൻ ചട്നി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വറ്റി വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റ് ചോറ് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇതിൽ അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഈ ഗ്രീൻ റൈസിലേക്ക് ഈ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പം മല്ലിയില, പുതിനയില, കറിവേപ്പില മാത്രമാണ് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പാലക് ലീവ്സും കൂടെ അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഹെൽത്തിയുമാണ്. ഇപ്പോൾ ഈ ഗ്രീൻ കളർ ചോറിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 3 കളർ റൈസും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് പ്ലെയിൻ വൈറ്റ് റൈസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. 4 കളേഴ്സ് വെച്ചാണ് ഞാൻ ലെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓരോ കളേഴ്സും അട്ടിക്ക് വെച്ച് ലെയർ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് ലെയർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ചുരുക്കുള്ള ഒരു പ്ലാസ്റ്റിക് ബൗളാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി. റൗണ്ട് കേക്ക് ടിന്നാണെങ്കിൽ അതെടുക്കാം, സ്ക്വയർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം ഓരോ റൈസും ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബൗളിലേക്ക് ഞാനിപ്പോൾ ആദ്യം ഗ്രീൻ റൈസാണ് ഇടുന്നത്. റൈസ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ സ്പൂണ് വെച്ചുകൊണ്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം. കാരണം ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രീൻ റൈസ് നന്നായി അമർത്തി കൊടുത്ത ശേഷം അതിന് മുകളിലേക്ക് ഞാനിപ്പം വൈറ്റ് റൈസാണ് ഇടുന്നത്. വൈറ്റ് റൈസ് ഇട്ടിട്ട് ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ഞാനിപ്പം ചിക്കൻ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോ റൈസിൻ്റെ ഇടയിലും മസാലകൾ വെച്ച് കൊടുക്കാം. ഞാനിപ്പം നടുവിലായിട്ടാണ് മസാല വെക്കുന്നത്. ചിക്കൻ മസാല വെച്ചിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ അടുത്ത ലെയർ റൈസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം ക്യാരറ്റ് റൈസാണ് വെച്ചിട്ടുള്ളത്. ക്യാരറ്റ് റൈസ് വെച്ചിട്ട് അത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ നമുക്ക് അടുത്ത ലെയർ ബീട്രൂട്ടിൻ്റെതാണ്, അത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെയിൻബോ ബിരിയാണിയുടെ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വാവ്, ഇപ്പോൾ നമ്മുടെ റെയിൻബോ ബിരിയാണി കണ്ടോ. ഇനി ഇതിന് മുകളിൽ കുറച്ചുകൂടെ ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ സാലഡും അതുപോലെ കോക്കനട്ട് ചട്നിയുമായിട്ടാണ് സെർവ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇത് ഹെൽത്തി ആണെന്നറിയാലോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി അഭിപ്രായം പറയുമല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.